Hello my dears, welcome to AECS online class. എന്താണ് എല്ലാവരും നല്ല മിടുക്കം പിള്ളേരായിട്ട് അഡീഷനും സബ്ട്രാക്ഷനും പിന്നെ എന്താ 0 തൊട്ട് 20 വരെയുള്ള നമ്പേഴ്സും അതിന്റെ സ്പെല്ലിങ്ങും എല്ലാം പഠിച്ചല്ലേ. നല്ല മിടുക്കം പിള്ളേരാ. നമുക്കിനി എന്താണ് നമ്മുടെ വർക്ക് ബുക്ക് പ്രാക്ടീസ് ബുക്ക് പഠിക്കാം. എല്ലാവരും പ്രാക്ടീസ് ബുക്ക് എടുത്തേ, വർക്ക് ബുക്ക് എടുത്തേ. എല്ലാവരുടെയും കയ്യിലില്ലേ വർക്ക് ബുക്ക്? ഇല്ലെങ്കിൽ വാങ്ങിക്കണം കേട്ടോ. സ്കൂളിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വേണം നമുക്കിനി ഇത് പഠിക്കാം. ഓക്കെ, എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഷേപ്സ് ആൻഡ് സ്പേസ്. ഓക്കെ, കളർ ദ ഒബ്ജക്ട് വിച്ച് ആർ ഇൻസൈഡ്. നമ്മൾ പഠിച്ചൊരു വാക്കാണ് അല്ലെ ഇൻസൈഡ് ഔട്ട്സൈഡ്. ഇൻസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? അകത്ത് അല്ലെ. പിന്നെ ഔട്ട്സൈഡ് എന്ന് വെച്ചാലോ പുറത്ത്. ഓക്കെ, അപ്പോ ഇതില് കുറച്ച് വസ്തുക്കളുണ്ട്. ഈ വസ്തുക്കളില് ഏതൊക്കെ വസ്തുക്കളാണ് അതായത് നോക്കിയേ, ഫസ്റ്റ് ഫിഗർ നോക്കിക്കേ. ഈ ഫിഗർ കണ്ടില്ലേ? അതിനകത്ത് എന്താ? കുറച്ച് മീന് ഒരു ഗ്ലാസ് അക്വേറിയത്തിനകത്ത് ഇരിക്കുകയാണ് അല്ലെ. പിന്നെ ഒരു മീൻ പുറത്ത് കിടപ്പുണ്ട്. അത് ചത്തുപോയെന്ന് തോന്നുന്നു അല്ലെ. അത് പോട്ടെ, സാരമില്ല. മറ്റു മീനുകളെല്ലാം എന്താണ്? അക്വേറിയത്തിനകത്തിരിക്കുകയാണ് അല്ലെ. ക്വസ്റ്റ്യൻ വായിച്ചോ എല്ലാവരും. കളർ ദ ഒബ്ജക്ട്സ് വിച്ച് ആർ ഇൻസൈഡ്. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ അകത്തിരിക്കുന്ന ഒബ്ജക്ട്സിനെ കളർ ചെയ്യുക എന്നാണ്. അപ്പൊ നമ്മുടെ ഈ അക്വേറിയത്തിന്റെ അകത്തിരിക്കുന്ന ഫിഷസ്, ജീവനുള്ള ഫിഷസ് അല്ലേ, അതൊക്കെ അക്വേറിയത്തിന് അകത്താണ് അല്ലെ. അകത്തുള്ള വസ്തുക്കളെ കളർ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. അപ്പോഴെന്ത് ചെയ്യണം? ഈ അക്വേറിയത്തിനകത്തുള്ള ഈ 3 ഫിഷസിനും എല്ലാവരും കളർ ചെയ്യണം. ഓക്കെ, ചെയ്യത്തില്ലേ എല്ലാവരും? അടുത്ത പിക്ചർ നോക്കിക്കേ. ഒരു ഡോർ ഉണ്ട്, 2 കസേര ഉണ്ട്. ഇതിൽ ഏത് കസേരയാണ് ഇൻസൈഡ്? അകത്തിരിക്കുന്നത് ഏത് കസേരയാണ്? ഇത് കണ്ടില്ലേ? അകത്തിരിക്കുന്ന കസേര കണ്ടില്ലേ? അപ്പോൾ ആ കസേരയ്ക്ക് മാത്രം എല്ലാവരും കളർ ചെയ്യണം. ഓക്കെ, അവിടെ ആ വീടിനകത്ത് അല്ലെങ്കിൽ ആ മുറിക്ക് അകത്താണ് ഒരു കസേര ഇരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? കളർ ദ ഒബ്ജക്ട്സ് വിച്ച് ആർ ഇൻസൈഡ്. അകത്തിരിക്കുന്ന വസ്തുവിന് മാത്രം കളർ ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റൂമിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ വീടിനകത്തിരിക്കുന്ന ആ ഒരു കസേരയ്ക്ക് കളർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനിയോ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയുടെ അകത്തൊരു ഒരു മാംഗോ ആണെന്ന് തോന്നുന്നു അല്ലെ. മാംഗോ ഉണ്ട്, പുറത്തോ ഒരു ഓറഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? കളർ ദ ഒബ്ജക്ട്സ് വിച്ച് ആർ ഇൻസൈഡ്. അകത്തുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്ട്, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ അകത്തിരിക്കുന്ന ഒബ്ജക്ട്സുകൾക്ക് കളർ ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ഈ പെട്ടിക്കകത്തിരിക്കുന്ന മാങ്ങയ്ക്ക് മാത്രം കളർ കൊടുത്താൽ പോരെ? ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഇവിടെ ഇന്ന കളർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യുക. ഓക്കെ, ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. പിന്നെ വേറൊരു നിബന്ധനയുണ്ട്. എല്ലാവരും എന്താണ്? ക്രയോൺസ് ഉപയോഗിക്കണം. അത് മസ്റ്റ് ആണ്. കാരണം എന്താണെന്നറിയാമോ? സ്കെച്ച് പെൻ ഉപയോഗിച്ചാൽ അതിന്റെ കറയും മഷിയെല്ലാം അപ്പുറത്തെ പേജിലൊക്കെ ആയി ടെക്സ്റ്റ് മുഴുവൻ വൃത്തികേടാകും അല്ലെ. അതുകൊണ്ട് എല്ലാവരും ക്രയോൺസ് യൂസ് ചെയ്ത് വേണം കളർ ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഈ പ്രത്യേകിച്ച് ഇന്ന കളർ കൊടുക്കണം എന്ന് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇപ്പോൾ ഈ 3ാമത്തെ ഫിഗർ കണ്ടില്ലേ? ഈ ബോക്സിനകത്തിരിക്കുന്ന ആ മാംഗോയ്ക്ക് എല്ലാവർക്കും കളർ കൊടുക്കണം. ഓക്കെ, ഇനി ഒരു കിളിക്കൂടിനകത്തൊരു കിളി ഇരിക്കുകയാണ്. കിളിയിലൊരു ഔട്ട് സൈഡിലായിട്ടൊരു പൂച്ച ഇരിക്കുക. ഏത് ഒബ്ജക്റ്റിന്, ഏത് വസ്തുവിനാണ് നിങ്ങൾ കളർ കൊടുക്കാൻ പോകുന്നത്? ആ കിളിക്കൂട്ടിനകത്ത് ഇരിക്കുന്ന കിളിക്ക് അല്ലെ. ഈ ഒരു പക്ഷിക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓക്കെ, ആ കിളിയാണ് ആ കൂട്ടിനകത്തിരിക്കുന്നത്, ഇൻസൈഡിൽ ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാം? ആ കിളിക്ക് കളർ കൊടുക്കാം. ഇനി നോക്കിക്കേ, ഒരു വുൾഫ് ഉണ്ട്, പിന്നെ ഒരു ക്യാമൽ ഉണ്ട്. ആ വുൾഫ് ആണെങ്കിലോ ടെന്റിനകത്തോട്ട് ഒരു ടെന്റ് പോലെ കെട്ടിയിരിക്കണം അല്ലെ. ടെന്റിനകത്ത് നിൽക്കുന്നത് ആരാണ്? വുൾഫ് ആണ് അല്ലെ. അപ്പൊ എന്താണ്? ഈ ക്യാമല് പുറത്ത് നിൽക്കുക, ഒട്ടകം പുറത്ത് നിൽക്കുക. അപ്പൊ അതുകൊണ്ട് വുൾഫിന് എല്ലാവർക്കും കളർ ചെയ്ത് കൊടുക്കുക. ഇനി ഓക്കെ, 2 മനുഷ്യന്മാർ സംസാരിക്കുക. അടുത്ത പടത്തില് 2 മനുഷ്യന്മാർ സംസാരിക്കുകയാണ്. ഒരാള് കാറിനകത്ത് ഡ്രൈവ് ചെയ്യാൻ ഇരിക്കുകയാണ് അല്ലെ. മറ്റേ ആളോ കാറിന് പുറത്ത് നിൽക്കുക അല്ലെ. അപ്പോ അകത്തിരിക്കുന്ന ഇൻസൈഡിലുള്ള വ്യക്തി ആരാണ്? ആ വ്യക്തിയുടെ ആ ഭാഗത്ത് കളർ കൊടുക്കുക. ഓക്കെ, എല്ലാവരും ചെയ്യത്തില്ലേ? കളർ കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പൊ ഇൻസൈഡ് എന്ന പദത്തിന് അർത്ഥം എന്താണ്? അകത്തിരിക്കുന്നത് അല്ലെ. എല്ലാവരും പഠിച്ച് എക്സാം ഒക്കെ എഴുതിയത്, അതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ കളർ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ. ഇനി കളർ ദ ബിഗർ റെഡ്, കളർ ദ സ്മോളർ ബ്ലൂ. ഇവിടെ പ്രത്യേക കളറുകൾ പറഞ്ഞിട്ടുണ്ട്. വലുതിന് റെഡ് കളർ കൊടുക്കണം, ചെറുതിനോ
ബ്ലൂ കളർ കൊടുക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ബോക്സ് നോക്കിക്കേ. എലിഫന്റ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്. ഇതിൽ ഏറ്റവും ബിഗർ ആരാണ്? വലുതാരാണ്? എലിഫന്റ് ആണ് അല്ലെ. അപ്പൊ എലിഫന്റിന് എന്ത് കളർ കൊടുക്കും? റെഡ്. ചെറുതാരാണ്? റാബിറ്റ് ആണ്. അപ്പൊ റാബിറ്റിന് ബ്ലൂ കളർ കൊടുക്കണം. ഓക്കെ, വലിയ ഓബ്ജക്ട്സിന് അല്ലെ, വലിയ ജീവനുള്ള വസ്തുക്കളാണെങ്കിലും വലിയ സാധനങ്ങൾക്കെല്ലാം എന്ത്? റെഡ് കളർ കൊടുക്കാം. ചെറുതിനോ ബ്ലൂ കളർ കൊടുക്കണം. ഇനി അടുത്ത ഫിഗർ നോക്കിക്കേ. ഒരു ആപ്പിൾ ഉണ്ട്, പിന്നെ വാട്ടർമെലൺ, തണ്ണിമത്തങ്ങയുടെ പകുതി ഭാഗം മുറിച്ച് വെച്ചിരിക്കുകയാണ് അല്ലെ. തണ്ണിമത്തങ്ങയുടെ പകുതി, തണ്ണിമത്തങ്ങ എന്ന് പറഞ്ഞൊരു വലിയ വട്ടമാണ് അല്ലെ, ഒരു വലിയ ബോള് പോലെ വലുതാണ്. അതിന്റെ പകുതി മുറിച്ച് വെച്ചിരിക്കുക, കണ്ടോ? പിന്നെ ഇപ്പോഴത്തെ ഒരു കുഞ്ഞ ആപ്പിളാ. ആ പകുതി ആണെങ്കിലും എന്താ, തണ്ണിമത്തങ്ങയുടെ പകുതി ആണെങ്കിലും ആപ്പിളിനെക്കാട്ടി വലുതല്ലേ ആണ്. അതുകൊണ്ട് എല്ലാവരും ആ തണ്ണിമത്തങ്ങയുടെ ആ ഫിഗറിന് റെഡ് കളർ കൊടുക്കുക. ചെറുതായിട്ടുള്ള ആപ്പിളിനോ ബ്ലൂ കളർ കൊടുക്കുക. ഇനി മിസ് പറഞ്ഞ പോലെ ഒരു വലിയ ബോളും ഫുട്ബോളും പിന്നെ ഒരു ചെറിയ നമ്മുടെ ക്രിക്കറ്റ് ബോളും ഇരിക്കും. ഇതൊരു വലുതേതാ? ഈ ഫുട്ബോൾ ആണ് അല്ലെ. അപ്പൊ എല്ലാവരും ഫുട്ബോളിന് റെഡ് കളറും ചെറുതായ നമ്മുടെ ഈ ക്രിക്കറ്റ് ബോളിനോ ബ്ലൂ, വലിയ ബോളിന് റെഡ് കളറും ചെറിയ ബോളിന് ബ്ലൂ കളറും കൊടുക്കണം. ഓക്കെ, ഇനി വലിയൊരു ഈഗിൾ, ഒരു കഴുകൻ, പിന്നെയോ ഒരു കൊച്ച് നമ്മുടെ കുയില് പോലെ അല്ലെ, കുയില് പോലെ ഒരു ചെറിയൊരു കിളി ഇരിക്കുക. ഇത് വലുതേതാ? സൈസ് കൊണ്ട് വലുതേതാ? ഫസ്റ്റ് ഈ ഈഗിൾ ആണ് അല്ലെ, ഈ കഴുകനാണ് അല്ലെ. അപ്പൊ കഴുകന് റെഡ് കളർ കൊടുക്കണം. ചെറുതായിട്ടുള്ള നമ്മുടെ ഈ കിളിക്കോ ബ്ലൂ കളർ കൊടുക്കണം. ഇനി അടുത്തതോ ഒരു തുമ്പിയുണ്ട്, ഒരു ഹണിബി ഉണ്ട്. തുമ്പിയാണോ ഹണിബി ആണോ വലുത്? ഹണിബി തീരെ ചെറുതല്ലേ, തുമ്പിക്ക് പിന്നെ നീളമെങ്കിലും ഇല്ലേ. അപ്പൊ തുമ്പിയായിരിക്കും അല്ലെ വലുത്. അപ്പൊ തുമ്പിക്ക് എല്ലാവരും എന്ത് കളർ കൊടുക്കും? എല്ലാവരും ഒന്ന് പറഞ്ഞേ. വലിയ ഒബ്ജക്ട്സിന് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന റെഡ് കളർ കൊടുക്കാനും ചെറുതിന് ബ്ലൂ കളർ കൊടുക്കാനാ. അപ്പൊ തുമ്പിക്ക് എല്ലാവരും റെഡ് കൊടുക്കും. പിന്നെ നമ്മുടെ ഹണിബി, നമ്മുടെ തേനീച്ചയ്ക്ക് എല്ലാവരും ബ്ലൂ കളർ കൊടുക്കും. എല്ലാവർക്കും കളർ കൊടുക്കാമല്ലോ അല്ലേ. ഇനി റോസ് ഉണ്ട്, ലോട്ടസ് ഉണ്ട്. വലുതേതാ? ലോട്ടസ് ആണ് അല്ലെ. ലോട്ടസിന് റെഡ് കളർ കൊടുക്കുക. നമ്മുടെ റോസാപ്പൂയ്ക്കോ ബ്ലൂ കളർ കൊടുക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 5 കളർ ദ ലോങ്ങർ റെഡ്, കളർ ദ ഷോർട്ടർ ബ്ലൂ. ഇവിടെ അത് തന്നെ പറഞ്ഞേക്കുന്നത്. ലോങ്ങർ ഏതാ, നീളമുള്ളത് ഏതാണെന്നും ചെറുത് ഏതാണെന്നും ഒക്കെ കണ്ടുപിടിച്ചിട്ട് നീളമുള്ളതിന് റെഡ് കളർ കൊടുക്കണം, ചെറുതായിട്ടുള്ളതിന് ബ്ലൂ കളർ കൊടുക്കണം. കുറച്ചു മുമ്പ് ചെയ്ത പോലെ തന്നെ നോക്കി. ഒരു പുഴുവും ഒരു പാമ്പിന്റെ പടവും ഉണ്ട്. ഇത് ലോങ്ങർ ഏതാ? ഈ ഫസ്റ്റ് ഫിഗറിലെ ലോങ്ങർ ഏതാ? ആ പുഴുവാണോ പാമ്പാണോ? വലുതേതാ? ലോങ്ങർ ഏതാ? പാമ്പാണ് അല്ലെ. അപ്പൊ ആ പാമ്പിന് എല്ലാവരും എന്ത് കളർ കൊടുക്കും? റെഡ് കളർ കൊടുക്കണം. പിന്നെ ആ പുഴുവിനോ എന്ത് കൊടുക്കും? ബ്ലൂ കളർ കൊടുക്കണം. ഓക്കെ, ഇനി ഒരു ബ്രഷ് ഉണ്ട്. പിന്നെ എന്താണ് ബ്രഷ്? നമ്മുടെ ആ കളറിന്റെ ഒരു ട്യൂബ് ഉണ്ട് അല്ലെ. ഇതിൽ നീണ്ടത് വലുതേതാണ്? ബ്രഷ് ആണ്. ബ്രഷിന് അതുകൊണ്ട് റെഡ് കൊടുക്കുക. മറ്റേ കുഞ്ഞ് ആ കളറിനോ ബ്ലൂ കളർ കൊടുക്കുക. ഇനി രണ്ട് സ്റ്റിക്സ് അല്ലെ, രണ്ട് കമ്പുകൾ അല്ലെ, കമ്പുകൾ. ഓക്കെ, ഈ വലിയ നീളമുള്ള ഈ കമ്പിന് എല്ലാവരും എന്ത് കൊടുക്കും? റെഡ് കളർ കൊടുക്കണം. ചെറുതായിട്ടുള്ളതിന് ബ്ലൂ കളർ കൊടുക്കണം. ഇനി രണ്ട് കയറിന്റെ പടമാണ് അല്ലെ. ഇതിൽ ഏറ്റവും നീളമുള്ള കയറിന് എല്ലാവരും റെഡ് കളർ കൊടുക്കുക. ചെറിയ കയറിന് എല്ലാവരും ബ്ലൂ കളർ കൊടുക്കണം. ഇനി താഴത്തെ രണ്ട് മേശകളുടെ പടമുണ്ട് അല്ലെ. ഓക്കെ, ആ നീളമുള്ള മേശയ്ക്ക് എല്ലാവരും എന്ത് കളർ കൊടുക്കും? ഒന്ന് പറഞ്ഞ് എല്ലാവരും എന്ത് കളർ കൊടുക്കും? റെഡ് കളർ കൊടുക്കുക. ഇനി നീളം കുറഞ്ഞ മേശയ്ക്കാണെങ്കിലോ ബ്ലൂ കളർ കൊടുക്കും. ഇനി അടുത്തത് നമ്മുടെ ഈ പാവയ്ക്കായ കൊണ്ട് ഒരു മുളകിന്റെയും പടം കൊടുത്തിരിക്കുക. നീളമുള്ളത് ഏതാ? പാവയ്ക്കായ്ക്കാണ് അല്ലെ. പാവയ്ക്കായ്ക്ക് എല്ലാവരും റെഡ് കളർ കൊടുക്കുക. മറ്റേതിനോ ബ്ലൂ കളർ കൊടുക്കുക. എല്ലാരും ചെയ്യുമല്ലോ. ഇനി അടുത്ത പേജിലത്തെ കളർ ദ ടോളർ റെഡ്, കളർ ദ ഷോർട്ടർ ബ്ലൂ. ഇവിടെ അത് തന്നെയാണ്. ടോളർ ആയിട്ടുള്ള ഉയരം കൂടിയ അതിന് എന്ത് കളർ കൊടുക്കണം? റെഡ് കളർ കൊടുക്കുക. ചെറുതായിട്ടുള്ളതിന് ബ്ലൂ കളർ കൊടുക്കുക. ഫസ്റ്റ് ബോക്സ് കണ്ടോ? 1 2 3 4 5 6 മൊത്തം 6 ബോക്സ്, 6 ചിത്രങ്ങളുണ്ട്. 3 പേഴ്സ് ഉണ്ട്, 6 ചിത്രങ്ങളുണ്ട്. അപ്പോഴോ അതില് ഓരോ പടങ്ങളും നോക്കിക്കേ. ഒരു തെങ്ങുണ്ട്, ഒരു
വാഴയുണ്ട് അല്ലേ, നീളം കൂടിയത് ഉയരം കൂടിയത് ഏതിനായിരിക്കും? ടോളർ വൺ ഏതാണ്? തെങ്ങാണ് അല്ലെ. അപ്പൊ തെങ്ങിന് റെഡ് കൊടുക്കുക. ചെറിയ ആ വാഴയ്ക്കോ ബ്ലൂ കളർ കൊടുക്കും. ഇനി ഒരു ടവർ ഉണ്ട്, ഒരു ലൈറ്റ് ഹൗസിന്റെ ഒരു ടവറും പിന്നെ എന്താണ് ഒരു വീടും അല്ലെ. ഉയരം കൂടിയ ടോളർ ആയിട്ടുള്ള ഏതാ? ഇതാണല്ലേ, ടവർ ആണല്ലേ. അപ്പൊ അവിടെ എല്ലാവരും റെഡ് കളർ കൊടുക്കുക. ഷോർട്ടർ ഏതാ? ഉയരം കുറഞ്ഞത് ഏതാ? ഈ വീടിനാണ് അല്ലെ. അപ്പൊ വീടിന് എല്ലാവരും ബ്ലൂ കളർ കൊടുക്കണം. ഇനി നോക്കിയേ, ജിറാഫ് ആണോ അതോ ഈ കൗ ആണോ? ടോളർ ഏതാ? എല്ലാവരും ചിന്തിച്ചേ. ജിറാഫിനാണ് അല്ലേ. അപ്പൊ ജിറാഫിന് എല്ലാവരും റെഡ് കളർ കൊടുക്കണം. പിന്നെ ബ്ലൂവോ? നമ്മുടെ കൗവിന് ബ്ലൂ കളർ കൊടുക്കും. ഇനി ഒരു കുഞ്ഞു കുട്ടിയും ഒരു വലിയൊരാള് നിൽക്കുക. ടോളർ ആരായിരിക്കും? നിങ്ങളാണോ നിങ്ങളുടെ വാപ്പായാണോ പൊക്കം കൂടുതലൊന്നും ചിന്തിച്ചു നോക്കിക്കേ. ആർക്കായിരിക്കും? മുതിർന്ന വ്യക്തിക്കായിരിക്കും അല്ലേ പൊക്കം കൂടുതൽ. അപ്പൊ എന്താണ്, ആ മുതിർന്ന വ്യക്തിക്ക് റെഡ് കളർ കൊടുക്കും. ആ കുഞ്ഞു കുട്ടിക്കോ ബ്ലൂ കളർ കൊടുക്കണം. ഇനി നോക്കിയത്, ഒരു ടവർ ഉണ്ട്, പിന്നെ നമ്മുടെ മറ്റേ ഈ ലൈനൊക്കെ വെക്കുന്ന മറ്റേ ഇതുണ്ട് അല്ലേ, എന്താണ് അതും. ഇതിൽ ഏതായിരിക്കും ടോളർ? അതൊന്നും പറഞ്ഞേ എല്ലാവരും. എല്ലാവർക്കും അറിയാമോ ഏതാണ് ടോളർ? ഈ ടവർ ആണ് അല്ലെ. ടോളറിന് അപ്പൊ എന്ത് കളർ കൊടുക്കും? റെഡ്. ഇനി എല്ലാവരും ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ ചെയ്തേ. ഉയരം കൂടിയതിന് റെഡും ഉയരം കുറവിന് ബ്ലൂവും കൊടുക്കണം. ഓക്കെ. ഇനി നമ്മൾ അടുത്ത വാക്ക് പിന്നെയും പരിചയപ്പെടാൻ പോവാട്ടോ. നമ്മൾ പഠിച്ച വാക്കാണ് കളർ ദ ഫിഷ് നിയറർ ടു ദ ബെയ്റ്റ്. നിയർ എന്ന വാക്കിന് അർത്ഥം എന്താണ്? അടുത്തുള്ളത് അല്ലെ. നിയറർ എന്ന വാക്കിന് അർത്ഥം എന്താണ്? അടുത്തുള്ള വസ്തു. അപ്പോ കളർ ദ ഫിഷ് നിയറർ ടു ദ ബെയ്റ്റ്, അതായത് ഈ ചൂണ്ടയ്ക്ക് അടുത്ത് നിൽക്കുന്ന ഫിഷ് ഏതാണോ ആ ഫിഷിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇവിടെ ബ്ലൂവോ റെഡോ കൊടുക്കണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഈ ചൂണ്ടയ്ക്ക് അടുത്ത് നിൽക്കുന്ന ഈ ഒരു മത്സ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ക്രയോൺസ് ഉപയോഗിച്ച് കളർ ചെയ്യണം കേട്ടോ. ഓക്കെ. നിയറർ, ഈ ചൂണ്ടയ്ക്ക് അടുത്ത് നിൽക്കുന്ന നിയറർ ആയിട്ടുള്ള ഫിഷ് ഏതാ? ഈ രണ്ട് ഫിഷസില് ചൂണ്ടയുടെ അടുത്ത് നിൽക്കുന്ന ഫിഷ് ഏതാന്ന് തൊട്ട് കാണിച്ച എല്ലാവരും ഇതാണ് അല്ലെ. അപ്പൊ ഇതിനെല്ലാവരും ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഓക്കെ. ഇനി കളർ ദ ബട്ടർഫ്ലൈ ഫാർദർ ഫ്രം ദ ഫ്ലവർ. അവിടെ ഏത് വാക്ക് നമ്മൾ പരിചയപ്പെട്ടത്? നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കാ ഫാർദർ. എന്ന് വെച്ചാൽ എന്താണ്? നിയർ എന്ന് വെച്ചാൽ അടുത്തുള്ളതും ഫാർദർ എന്ന് വെച്ചാലോ അകലെയുള്ളത് അല്ലെ, ദൂരെയുള്ളത്, അകലെയുള്ളത്. അപ്പോൾ ഏത് ബട്ടർഫ്ലൈ ആണ് നമ്മുടെ പൂവിൽ നിന്നും അകലെയുള്ളത്? ഏത് ബട്ടർഫ്ലൈയാ? ഈ രണ്ടാമത്തെ ബട്ടർഫ്ലൈ ആണല്ലേ. അപ്പൊ ഈ ബട്ടർഫ്ലൈക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ കൊടുക്കാം. പ്രത്യേകം കളർ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, അതുകൊണ്ട് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഈ പൂവിന്റെ അടുത്ത് നിൽക്കുന്നതല്ല, അകലെയുള്ള ബട്ടർഫ്ലൈക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓക്കെ. മറ്റേ ബട്ടർഫ്ലൈക്ക് കളർ ചെയ്യണോ? വേണ്ട. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? അകലെയുള്ള ബട്ടർഫ്ലൈയെ മാത്രം ഒന്ന് കളർ ചെയ്ത് കാണിക്കാനാ പറയുന്നത്. അപ്പൊ പൂവിനും കളർ ചെയ്യേണ്ട, അടുത്തുള്ള ആ ബട്ടർഫ്ലൈ, പൂവിന്റെ അടുത്ത് നിൽക്കുന്ന ആ ബട്ടർഫ്ലൈയും കളർ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം പൂവിൽ നിന്നും അകലെയുള്ള ആ ഒരു ബട്ടർഫ്ലൈക്കാണ് എല്ലാവരും ഇഷ്ടമുള്ള കളർ കൊടുക്കേണ്ടത്. ഓക്കെ. ചെയ്യത്തില്ല എല്ലാവരും? ഇനി കളർ ദ പപ്പി നിയറർ ടു ദ ബോൺ, അതായത് ഈ എല്ലിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നിയറർ. ഓക്കെ. നിയറർ ആയിട്ടുള്ള ആ ഒരു പട്ടിക്കുഞ്ഞിന് കളർ കൊടുക്കുക. അപ്പൊ എല്ലിനും കൊടുക്കണ്ട, ദൂരെ നിൽക്കുന്ന ആ പട്ടിക്കുഞ്ഞിനും കൊടുക്കണ്ട, നേരെ മറിച്ച് ആ എല്ല് കഷ്ണത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആ പപ്പിക്ക് എല്ലാവരും ഇഷ്ടമുള്ള കളർ കൊടുക്കണം. കൊടുക്കത്തില്ല എല്ലാവരും? ഓക്കെ. എളുപ്പമാണ്. എന്താണ് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാണ്. കളർ ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇനി കളർ ദ കാറ്റ് നിയറസ്റ്റ് ടു ദ മൗസ് ബ്ലാക്ക്. ഓക്കെ. കളർ ദ കാറ്റ് ഫാർദസ്റ്റ് ഫ്രം ദ മൗസ് ബ്രൗൺ. അതായത് നമുക്ക് കുറച്ച് ഈ പടത്തിൽ എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്? 4 പൂച്ചകളുണ്ട്, പിന്നെ ഒരു എലിയുണ്ട് അല്ലെ. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, കളർ ദ കാറ്റ് നിയറസ്റ്റ്. എന്താണ്? ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ കമ്പയർ ചെയ്യാൻ വന്നപ്പം EST വന്നല്ലേ, നിയറർ എന്ന് പറഞ്ഞില്ല, നിയറസ്റ്റ് എന്ന് പറഞ്ഞല്ലേ.
അപ്പോ നമ്മളെ എലിയോട് കൂടെ അടുത്ത് നിൽക്കുന്ന ആ പൂച്ചയ്ക്ക് എന്ത് കളർ കൊടുക്കാനാ പറഞ്ഞേക്കുന്നത്? ബ്ലാക്ക്. എലിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ പൂച്ചയ്ക്ക് നിയറസ്റ്റ് കളർ ദ ക്യാറ്റ് നിയറസ്റ്റ് ടു ദ മൗസ് ബ്ലാക്ക്. എലിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പൂച്ചയ്ക്ക് മാത്രം എന്ത് കളർ കൊടുക്കും? ബ്ലാക്ക് കളർ കൊടുക്കണം. ബ്ലാക്ക് ക്രയോൺസ് എടുത്ത് എലിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ പൂച്ചയ്ക്ക് ബ്ലാക്ക് കളർ കൊടുക്കണം. ഓക്കെ, എലിക്ക് കളർ കൊടുക്കണോ? വേണ്ട. ഇനി കളർ ദ ക്യാറ്റ് ഫാദർസ് ഫ്രം ദ മൗസ് ബ്രൗൺ. ഇനി എന്താണ് എലിയിൽ നിന്നും ഏറ്റവും കൂടുതൽ അകലെ നിൽക്കുന്ന ആ ഒരു ക്യാറ്റിന് എന്ത് കളർ കൊടുക്കണം? ബ്രൗൺ കളർ കൊടുക്കണം. അപ്പൊ എല്ലാ ക്യാറ്റ്സിനും കളർ കൊടുക്കണോ? വേണ്ട. എലിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു പൂച്ചയ്ക്ക് ബ്ലാക്ക് കളർ കൊടുക്കുക. ഇനി എലിയിൽ നിന്നും വളരെ ദൂരം അകലെ നിൽക്കുന്ന ആ ഒരൊറ്റ പൂച്ചയ്ക്ക് ബ്രൗൺ കളർ കൊടുക്കുക. അപ്പോൾ എന്താണ്? എലിയുടെ തൊട്ടടുത്തിരിക്കുന്ന പൂച്ചയ്ക്ക് ബ്ലാക്കും, എലിയിൽ നിന്ന് വളരെ ദൂരം അകലെ നിൽക്കുന്ന ഈ ഒരു ഫസ്റ്റ് പൂച്ചയ്ക്ക് ബ്രൗൺ കളർ കൊടുക്കണം. എലിക്കും ഇടയിലത്തെ ആ രണ്ട് പൂച്ചയ്ക്ക് കളർ ചെയ്യണ്ട അല്ലെ? എലിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ പൂച്ചയ്ക്കും ബ്ലാക്കും, എലിയിൽ നിന്ന് വളരെ ദൂരം നിൽക്കുന്ന ആ ഫസ്റ്റ് കാണുന്ന ആ പൂച്ചയ്ക്ക് ബ്രൗൺ കളർ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇനി കളർ ദ ബേർഡ് നിയറസ്റ്റ് ടു ദ ഫ്രൂട്ട് ബ്ലാക്ക്. കളർ ദ ബേർഡ് ഫാദസ്റ്റ് ഫ്രം ദ ഫ്രൂട്ട് യെല്ലോ. ഇതുപോലെ തന്നെയാണ്. ഇത് മിസ് പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഫ്രൂട്ട് ബനാന ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരു പഴമാണ്. ഈ പഴത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന പക്ഷിക്ക് ബ്ലാക്ക് കളർ കൊടുക്കാനും ഈ പഴത്തിൽ നിന്നും വളരെ അകലെ നിൽക്കുന്ന ഈ ഫസ്റ്റ് കാണുന്ന ഈ പക്ഷിക്കും യെല്ലോ കളർ കൊടുക്കണം. ഓക്കെ, മറ്റ് ഇടയിലത്തെ ആ പക്ഷിക്കും ആ പഴത്തിനും കളർ കൊടുക്കണോ? വേണ്ട. പകരം ഈ പഴത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന പക്ഷിക്ക് മാത്രം ബ്ലാക്ക് കളർ കൊടുക്കുക. ഈ പഴത്തിൽ നിന്നും വളരെ അകലെ നിൽക്കുന്ന ഈ ഫസ്റ്റ് കാണുന്ന ഈ പക്ഷിക്ക് മാത്രം യെല്ലോ കളർ കൊടുക്കണം. ഓക്കെ, ഇനി കളർ ദ ഫ്ലവർ നിയറസ്റ്റ് ടു ദ ബീ ബ്ലാക്ക്. കളർ ദ ഫ്ലവർ ഫാർദസ്റ്റ് ഫ്രം ദ ബീ യെല്ലോ. അതായത് എന്താണ്? ഈ തേനീച്ച അല്ലെങ്കിൽ ഈ പൂമ്പാറ്റയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പൂവിന് എന്താണ്? ബ്ലാക്ക് കളർ കൊടുക്കണം. എന്നിട്ടോ ഈ തേനീച്ചയുടെ വളരെ അകലം ദൂരത്ത് നിൽക്കുന്ന ഈ ഫസ്റ്റ് കാണുന്ന ഈ വലിയ പൂവിന് യെല്ലോ കളർ കൊടുക്കണം. ഓക്കെ, ഈ തേനീച്ചയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ചെറിയ പൂവിന് ബ്ലാക്ക് കളർ കൊടുക്കണം. ഇനി തേനീച്ചയുടെ വളരെ അകലം നിൽക്കുന്ന ഈ വലിയ പൂവിനോ യെല്ലോ കളർ കൊടുക്കണം. ഇവിടെ കളർ ഇന്നത് പ്രത്യേകം പറയുന്നുണ്ട് അല്ലെ? ബ്ലാക്ക് ബ്രൗൺ എന്ന് പറയുന്നുണ്ട്, ബ്ലാക്ക് യെല്ലോ എന്ന് പറയുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് യെല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്ന കളർ തന്നെ കൊടുക്കണം. എന്നാലും നമുക്ക് പരീക്ഷയൊക്കെ ചെയ്യുമ്പോൾ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ വേറെ കളർ ഉപയോഗിക്കരുത്, ഈ പറയുന്ന കളർ തന്നെ ഉപയോഗിക്കണം. ഓക്കെ, ഇനി അടുത്ത വാക്ക് പരിചയപ്പെടാം. കളർ ദ ഒബ്ജക്ട്സ് എബവ് ദ ടേബിൾ റെഡ്. കളർ ദ ഒബ്ജക്ട്സ് അണ്ടർ ദ ടേബിൾ യെല്ലോ. നമ്മൾ പഠിച്ചിട്ടുള്ള എബവ് അണ്ടർ അല്ലെ? എബവ് എന്ന് വെച്ചാൽ മുകളിൽ, അണ്ടർ എന്ന് വെച്ചാലോ താഴെ. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിന് മുകളിൽ ഒരു ബുക്ക് ഇരിപ്പുണ്ട്. ടേബിളിന് തൊട്ട് താഴെ എന്താണ്? ഒരു ബാഗ് വെച്ചിട്ടുണ്ട് അല്ലെ, ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, കളർ ദ ഒബ്ജക്ട്സ് എബവ് ദ ടേബിൾ റെഡ്. ടേബിളിന് എബവ് അല്ലെങ്കിൽ ടേബിളിന് പുറത്തിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിന്, ബുക്കിന്, ആ ഒബ്ജക്റ്റ് ഏതാണ്? ബുക്ക്. ആ ബുക്കിന് റെഡ് കളർ കൊടുക്കുക, ചുവന്ന കളർ കൊടുക്കുക. ഇനി കളർ ദ ഒബ്ജക്ട്സ് അണ്ടർ ദ ടേബിൾ യെല്ലോ. ടേബിളിന് താഴത്ത് നിൽക്കുന്ന, താഴത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് ഏതാ? ഒരു ബാഗ് ആണ് അല്ലെ, ഒരു പെട്ടിയാണ്. ആ പെട്ടിക്ക് എന്ത് കളർ കൊടുക്കണം? യെല്ലോ കളർ കൊടുക്കണം. ഓക്കെ, എല്ലാരും ചെയ്തില്ലേ? ഇനി അത് തന്നെ ആ ക്വസ്റ്റ്യൻ തന്നെ അടുത്തൊരു പടം കൊടുത്തിരിക്കുകയാണ്. ടേബിളിന് മുകളിലായിട്ട് ഒരു ലാമ്പ് ഉണ്ട് അല്ലെ, ഒരു ലാമ്പ്, ലൈറ്റ് കത്തുന്ന ഒരു ലാമ്പ് ഉണ്ട്. ടേബിളിന് തൊട്ട് താഴെയായിട്ടോ ഒരു കൊട വെച്ചിരിക്കുകയാണ് അല്ലെ, ഒരു അംബ്രല്ല വെച്ചിരിക്കുക. അപ്പൊ ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന എബവ് അല്ലെ, മുകളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ലാമ്പിന് എല്ലാവരും റെഡ് കളർ കൊടുക്കണം. ടേബിളിന് തൊട്ട് താഴെ വെച്ചിരിക്കുന്ന ആ ഒരു അംബ്രല്ല, കൊടയ്ക്കാണെങ്കിലോ എല്ലാവരും യെല്ലോ കളർ കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാണ്. ഡ്രോ എ ബോക്സ് എബവ് ദ ടേബിൾ
ഡ്രോ എ ബോൾ അണ്ടർ ദ ടേബിൾ. ഇവിടെ നിങ്ങൾ വരച്ച് ചേർക്കാണ്, കളർ ചെയ്യാനല്ല, വരച്ച് ചേർക്കാനാ പറഞ്ഞേക്കുന്നത്. എന്താണ്, ഒരു ടേബിളിലെ പടം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലെ. അപ്പൊ ടേബിളിന് മുകളിൽ, ടേബിളിന് എബവ് ആയിട്ട് അല്ലെങ്കിൽ ടേബിളിന് മുകളിലായിട്ട് ഒരു ബോക്സ് അല്ലെ, ചുമ്മാ ഒരു ബോക്സ് വരച്ചാൽ മതി. ഇങ്ങനെ ചുമ്മാ ഒരു ബോക്സ് വരച്ചാൽ മതി അല്ലെ. ടേബിളിന്റെ പുറത്ത്, ആ ടേബിളിന്റെ പുറത്ത് ബുക്ക് വെച്ചേക്കുന്നത് കണ്ടില്ലേ, കണ്ടില്ലേ? എബവ് എന്ന് പറഞ്ഞപ്പോ ടേബിളിന്റെ പുറത്ത് ബുക്ക് വെച്ചേക്കുന്നത് പോലെ ടേബിളിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ബോക്സ് വരച്ചു ചേർക്കുക. ഇനി ടേബിളിന്റെ അടിയിലോ അണ്ടറിലോ ഒരു ബോൾ എന്ന് വെച്ചാൽ എന്താ, ഒരു വട്ടം, റൗണ്ട് അല്ലെ. ടേബിളിന് അടിയിലായിട്ട് ഒരു റൗണ്ട് അല്ലെങ്കിൽ ഒരു ബോൾ വരയ്ക്കുക. ഓക്കെ, എല്ലാരും വരച്ചു ചേർക്കുമല്ലോ. ടേബിളിന് മുകളിലായിട്ട് ഒരു ബോക്സ് വരയ്ക്കുക, ടേബിളിന് അടിയിലായിട്ട് അണ്ടറായിട്ട് ഒരു ബോൾ വരയ്ക്കുക. അപ്പൊ എന്താണ് എബവ്, എന്താണ് അണ്ടർ എന്നുള്ളത് എല്ലാവരും നല്ല വ്യക്തമായിട്ട് പഠിച്ചില്ലേ? ഓക്കെ, ഇനി കളർ റൗണ്ട് ആയിട്ടുള്ളതിന് റെഡ് കളർ കൊടുക്കണം. ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ളത് റെഡ് കളർ കൊടുക്കണം. ഇങ്ങനെ ബോക്സ് പോലുള്ളതിന് ഗ്രീൻ കളർ കൊടുക്കണം. പിന്നെ ട്രയാങ്കിൾ പോലെ അല്ലെ, ത്രികോണം പോലെ ഇങ്ങനെയുള്ളതിന് ബ്ലൂ കളർ കൊടുക്കണം. പിന്നെ സ്റ്റാറിന്റെ ഷേപ്പാ അല്ലെ, സ്റ്റാറിന്റെ ഷേപ്പ് ആയിട്ടുള്ളതിന് എല്ലാവരും യെല്ലോ കളർ കൊടുക്കണം. അപ്പൊ തെറ്റരുത്, ഈ റൗണ്ട് ആയിട്ടുള്ളതിന് റെഡ് കളറും ഈ ബോക്സ് പോലുള്ളതിന് എല്ലാവരും ഗ്രീൻ കളറും പച്ച കളറും, ഇനി ഈ ട്രയാങ്കിൾ പോലിരിക്കുന്ന ഷേപ്പിന് എല്ലാവരും നീല കളറും, ഇനി ഈ സ്റ്റാർ പോലിരിക്കുന്ന ഷേപ്പിന് എല്ലാവരും യെല്ലോ മഞ്ഞ കളർ കൊടുക്കണം. ഈ പേജ് ഫുൾ അങ്ങനെ ചെയ്യാനാണ് അല്ലെ. ഫസ്റ്റ് റെഡ് കൊടുക്കുക, പിന്നെ ബോക്സ് ആണ് അപ്പൊ ഗ്രീൻ കൊടുക്കുക, പിന്നെ സ്റ്റാർ കിടക്കുന്നത് അപ്പൊ എന്ത് കൊടുക്കും, യെല്ലോ കൊടുക്കണം. പിന്നെ ഫസ്റ്റ് സെക്കൻഡ് നോക്കിക്കേ, സെക്കൻഡ് ലൈനിൽ കിടക്കുന്ന ഏതാ, ട്രയാങ്കിൾ ആണ്, ട്രയാങ്കിളിന് ബ്ലൂ കൊടുക്കണം. പിന്നെയോ റൗണ്ട് ആണ്, റൗണ്ടിന് റെഡ് കൊടുക്കുക, ബോക്സിന് ഗ്രീൻ കൊടുക്കുക. പിന്നെ ഒരു ബോക്സ് ആണ്, ബോക്സിന് റെഡ്, ബോക്സിന് ഗ്രീൻ കൊടുക്കുക. പിന്നെ ട്രയാങ്കിളിന് ബ്ലൂ, ഈ സ്റ്റാറിനോ യെല്ലോ. ബാക്കി അതുപോലെ എല്ലാം ചെയ്യത്തില്ലേ? പിന്നെ ട്രയാങ്കിൾ ഉണ്ട്, യെല്ലോ ഉണ്ട്, ബോക്സ് ഉണ്ട്, പിന്നെ റൗണ്ട് സർക്കിൾ ഉണ്ട്, പിന്നെ ട്രയാങ്കിൾ ഉണ്ട്, പിന്നെയും വലിയ റൗണ്ട് ഉണ്ട്, സർക്കിൾ ഉണ്ട് അല്ലെ. അപ്പൊ അതായത് ഷേപ്പിന് ഏതൊക്കെ കളേഴ്സ് കൊടുക്കണം എല്ലാവരും മനസ്സിലാക്കിയോ? റൗണ്ടിന് റെഡും, ഈ ബോക്സ് പോലുള്ള ഈ റെക്ടാങ്കിളിന് ഗ്രീനും, ഈ ഇങ്ങനെയുള്ള കോണായിട്ടുള്ള ഈ ട്രയാങ്കിളിന് ബ്ലൂവും, സ്റ്റാർ പോലുള്ള ഈ ഒരു ഷേപ്പിന് യെല്ലോ കളറും കൊടുക്കണം. ഈ പേജ് മുഴുവൻ അങ്ങനെ അതാത് ഷേപ്സിന് അതാത് കളേഴ്സ് കൊടുക്കണം. ഇനി പേജ് നമ്പർ 11, കളർ റൗണ്ടിന് റെഡ് ഉണ്ട്, ഈ ട്രയാങ്കിളിന് ഗ്രീൻ ആണ്, ഈ ബോക്സിന് ബ്ലൂ ആണ്. ഇവിടെ തെറ്റിക്കരുത്, ഓർത്തോണം. ക്വസ്റ്റ്യൻ ഇതാണ്, റൗണ്ടിന് റെഡ് കളർ കൊടുക്കണം, ഈ ട്രയാങ്കിളിന് ഗ്രീൻ ആണ് കൊടുക്കേണ്ടത്, പച്ചയാണ് കൊടുക്കേണ്ടത്. ഇപ്പുറത്ത് ബ്ലൂ ആയിരുന്നു, തെറ്റിപ്പോരുത്. ഈ പേജ് നമ്പർ 11 ഈ ട്രയാങ്കിൾ പോലുള്ളതിന് പച്ച കളർ കൊടുക്കുക. പിന്നെയോ ഈ ബോക്സ് പോലുള്ളതിന് ബ്ലൂ കളർ കൊടുക്കണം. ഒരു പ്രതിമ പോലുള്ള ഒരു സ്ട്രക്ചർ ആണല്ലേ. മുഖത്തിന്റെ ഭാഗത്ത് എന്താ, ഒരു റൗണ്ടാ, മുഖത്തിനകത്തെല്ലാം അപ്പോ റെഡ് കളർ കൊടുക്കുക. പിന്നെ കണ്ണ് പോലുള്ള ഭാഗങ്ങളോ അതും റൗണ്ടാ, അപ്പൊ അവിടെ റെഡ്, കണ്ണിനകത്തും റെഡ് കൊടുക്കുക. ചുണ്ടിന്റെ അവിടെ എന്താണ്, ട്രയാങ്കിൾ ഷേപ്പ് ആണ് അല്ലെ, ട്രയാങ്കിൾ തിരിച്ചു വച്ചേക്കുന്ന ഷേപ്പ്, അപ്പൊ അവിടെ എന്ത് കൊടുക്കും, ഗ്രീൻ കളർ കൊടുക്കും അല്ലെ. തൊപ്പി പോലുള്ള ഭാഗം എന്താണ്, ട്രയാങ്കിൾ, അപ്പൊ അവിടെയും ഗ്രീൻ കളർ കൊടുക്കും. രണ്ട് കൈ നോക്കിക്കേ, ഈ കൈ രണ്ടും ബോക്സ് പോലുള്ള ഷേപ്പ് ആണ് അല്ലെ, ബോക്സ് ആയതുകൊണ്ട് ബ്ലൂ കൊടുക്കും. കൈയുടെ അടുത്ത വിരല് പോലുള്ള ഭാഗം കണ്ടോ, രണ്ട് കൈയുടെയും ആ വിരല് പോലുള്ള രണ്ട് ഭാഗങ്ങളും ട്രയാങ്കിൾ ഷേപ്പ് ആണ് അല്ലെ, അതുകൊണ്ട് എന്ത് കൊടുക്കും, ഗ്രീൻ കളർ കൊടുക്കും. ഇനി ബോഡി നോക്കിക്കേ, ബോഡി ഒരു ബോക്സ് പോലെ, ഓക്കെ, ആ ബോക്സ് ആയതുകൊണ്ട് ആ ബോക്സ് മുഴുവനും ബ്ലൂ കളർ കൊടുക്കും. ഈ ബോഡിയുടെ അകത്ത് രണ്ട് സർക്കിൾ ഉണ്ട്, ബട്ടൺസ് പോലെ അല്ലെ, ആ ബട്ടൺസിനകത്ത് എല്ലാവരും റെഡ് കളർ കൊടുക്കണം. ഇനി ഇവിടെ കാൽ ഭാഗം നോക്കിക്കേ, കാല് നീണ്ടൊരു ബോക്സാ, അപ്പൊ എല്ലാവരും എന്ത് കളർ കൊടുക്കും, ബ്ലൂ കളർ കൊടുക്കും. ഇനി കാൽപാദം നോക്കിക്കേ, ട്രയാങ്കിൾ ഷേപ്പ്, രണ്ട് കാലിന്റെ പാദം നോക്കിക്കേ, ട്രയാങ്കിൾ ഷേപ്പാ, അപ്പൊ ട്രയാങ്കിൾ എന്ത് കളർ കൊടുക്കും, ഗ്രീൻ കളർ കൊടുക്കണം. ഇനിയോ ഒരു ട്രെയിൻ പോലൊരു സ്ട്രക്ചർ താഴെയുണ്ട് അല്ലെ,
അപ്പൊ അവിടെ ബോക്സ് വരുന്നിടത്തെല്ലാം ബ്ലൂ കൊടുക്കണം, റൗണ്ട് വരുന്നിടത്തൊക്കെ റെഡ് കൊടുക്കണം, ട്രയാങ്കിൾ പോലെ വരുന്നതെല്ലാം ഗ്രീൻ കളർ കൊടുക്കണം. ഓക്കെ, കളർ ചെയ്യാനല്ലേ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇനി കളർ ദ ഷേപ്സ് ആസ് ഡയറക്റ്റഡ്. ഇനി ഈ പറയുന്ന ഷേപ്സ് എല്ലാം തന്നേക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഐസ്ക്രീം ഉണ്ട്, സോപ്പ് ഉണ്ട്, ബോൾ ഉണ്ട്. ഇതൊക്കെ ഉരുണ്ടതാണോ, ഈ റൗണ്ട് ഷേപ്പ് ആണോ, പിന്നെ ഇങ്ങനെ സിലിണ്ടർ ഷേപ്പ്, നമ്മുടെ ഈ ട്യൂബിന്റെ ഒക്കെ പോലെ സിലിണ്ടർ ഷേപ്പ് ആണോ, നമ്മുടെ ഗ്ലാസ് ഒക്കെ ഇല്ലേ, ഗ്ലാസിന്റെ ഒക്കെ പോലെ സിലിണ്ടർ ഷേപ്പ് ആണോ, പിന്നെ ബോക്സ് പോലുള്ള റെഡ് ഷേപ്പ് ആണോ, നമ്മുടെ എല്ലാവരുടെയും ഇൻസ്ട്രുമെന്റ് ബോക്സോ അല്ല നമ്മുടെ ബോക്സ് ഒക്കെ കണ്ടിട്ടില്ലേ, ആ ബോക്സ് പോലുള്ള ഷേപ്പ് ആണോ, പിന്നെ ഇതുപോലുള്ള തൊപ്പിയുടെ ഒക്കെ പോലെയുള്ള, ഇവിടെ കണ്ടില്ലേ, ഇവിടെ തൊപ്പിയുടെ ഒക്കെ പോലുള്ള, ഇവിടെ ഇങ്ങനെ വട്ടം വന്നിട്ട് തൊപ്പിയൊക്കെ കണ്ടിട്ടില്ലേ എല്ലാവരും, ആ തൊപ്പി പോലുള്ള അങ്ങനത്തെ കോൺ ഷേപ്പ് ആണോ, അതിനാണെങ്കിൽ അതാത് കളേഴ്സ് കൊടുക്കുക. റൗണ്ട് ആണെങ്കിൽ യെല്ലോ കൊടുക്കുക, സിലിണ്ടർ ഷേപ്പ് ആണെങ്കിൽ ഗ്രീൻ കൊടുക്കുക, ഈ ബോക്സ് ഷേപ്പ് ആണെങ്കിൽ റെഡ് കൊടുക്കുക, പിന്നെയോ ഈ ഒരു തൊപ്പിയുടെ കോൺ ഷേപ്പ് ആണെങ്കിൽ ബ്ലൂ കൊടുക്കണം. ഈ കുറെ വസ്തുക്കൾ കൊടുത്തിരിക്കുക. അപ്പൊ ഈ ഷേപ്പിനോട് സാമ്യമായിട്ടുള്ളത് ഏതൊക്കെയാണ്, അതിനൊക്കെ നമുക്ക് അതാത് കളേഴ്സ് കൊടുക്കാം. ഫസ്റ്റ് നോക്കിക്കേ, റൗണ്ട് ഷേപ്പ് ആണ്, ഒരു ബോൾ ആണ്, റൗണ്ട് ഷേപ്പ് ആണ്. റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് എല്ലാവരും എന്ത് കൊടുക്കണം, യെല്ലോ കളർ കൊടുക്കണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന പോലെ, ക്വസ്റ്റ്യന്റെ മുകളിൽ പറഞ്ഞേക്കുന്ന പോലെ എല്ലാവരും റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ബോളിന് എല്ലാവരും യെല്ലോ കളർ കൊടുക്കണം. ഇനിയോ നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ആണ് അല്ലെ, ഐസ്ക്രീമിന്റെ ഷേപ്പ് ഏകദേശം എന്തിനോട് ഉപമിക്കാൻ പറ്റും, ബ്ലൂ അല്ലെ. ഈ കോൺ ഷേപ്പ്, കോൺ ഐസ്ക്രീം കണ്ടിട്ടില്ല എല്ലാവരും, കോൺ ടോപ്പ് പോലുള്ള ഐസ്ക്രീംസ് ഒക്കെ ഇഷ്ടമല്ല എല്ലാവർക്കും. താഴത്തോട്ട് എന്താ ഇതുപോലെ കോൺ ആണ് അല്ലെ, കൂത്തിങ്ങനെ വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിന് എന്ത് കൊടുക്കും, ബ്ലൂ കളർ കൊടുക്കണം, നീല കളർ കൊടുക്കണം. ഇനി സോപ്പ്, സോപ്പ് ഒരു പെട്ടി കണക്കിരിക്കുക ആണോ, റൗണ്ട് സോപ്പ് അല്ല, ഒരു പെട്ടി പോലുള്ള സോപ്പാണല്ലോ ഇവിടെ കൊടുത്തേക്കുന്നത്. പെട്ടി പോലുള്ള ഷേപ്പ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഏതാണ്, റെഡ് ആണ് അല്ലെ. അപ്പൊ എല്ലാവരും റെഡ് കളർ കൊടുക്കണം, ഈ സോപ്പിന് എല്ലാവരും റെഡ് കളർ കൊടുക്കണം. ഇനിയോ ഒരു ഓറഞ്ചാ, ഓറഞ്ച് ഏകദേശം ഷേപ്പ് ഏതാണ്, ഏകദേശം ഒക്കെ റൗണ്ട് ആണ് അല്ലെ. ഇനി അറ്റം മാത്രമേ ഒളിച്ച് കൂർത്തൊക്കെ ഇരിക്കുന്നത്, അതൊന്നും നോക്കണ്ട. അതിന്റെ ഷേപ്പ് ഏതാണ്, റൗണ്ട് ഷേപ്പാ. റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് അതിന് എന്ത് കളർ കൊടുക്കും, യെല്ലോ കളർ കൊടുക്കണം. ഇനിയോ ഒരു ഗിഫ്റ്റ് ആണ്, നമുക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എടുത്തില്ല എല്ലാവരും, പ്രസന്റേഷൻ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റിന് എന്ത് ഷേപ്പാണ്, ബോക്സിന്റെ ഷേപ്പാണ് അല്ലെ. അതുകൊണ്ട് എല്ലാവരും എന്ത് കളർ കൊടുക്കണം, റെഡ് കളർ കൊടുക്കണം. ഇനിയോ മിസ് പറഞ്ഞ പോലെ തൊപ്പിയാ, ആ തൊപ്പിയുടെ ഷേപ്പ് ഏകദേശം എന്തിനോട് മാച്ച് ചെയ്യും, കോൺ ഷേപ്പിനോട് മാച്ച് ചെയ്യും അല്ലെ. അതുകൊണ്ട് എല്ലാവരും എന്ത് കളർ കൊടുക്കൂടെ, ഒന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, ബ്ലൂ കളർ. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന പോലെ ബ്ലൂ കളർ കൊടുക്കണം. ഇനിയോ മെഴുകുതിരിയാണ് അല്ലെ, മെഴുകുതിരി തീ കത്തിച്ച് വെച്ചിരിക്കാൻ, കത്തിച്ച ഭാഗം നോക്കണ്ട, താഴത്ത് എന്താണ് ഏകദേശം എന്ത് ഷേപ്പ് വരും, ഒരു കുഴല് പോലെ ഇരിക്കുകയാണ് അല്ലെ. റൗണ്ടില് വന്നിട്ട് ഒരു കുഴല് പോയിരിക്കുക, പക്ഷെ ടെക്സ്റ്റില് അതിങ്ങനെ ഒരു ബോക്സ് പോലെ വരച്ചിരിക്കുന്നത് അല്ലെ. പക്ഷെ നമ്മുടെ ഈ ടെക്സ്റ്റിലുള്ള ഈ സോപ്പ് പെട്ടി പോലുള്ള ബോക്സ് ആണോ, അല്ല. സോപ്പ് പെട്ടി പോലുള്ള ബോക്സ് ആണോ നമ്മുടെ ഈ ഒരു നമ്മുടെ മെഴുകുതിരി, അല്ല. നീണ്ട ഒരു റൗണ്ട്, നമുക്ക് മെഴുകുതിരിയുടെ ഷേപ്പ് അറിയാം, നീണ്ട ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇരിക്കുകയാണ് അല്ലെ. പിന്നെ അറ്റത്ത് ഈ തീ കത്തിച്ച് വെച്ചിരിക്കും, അത് നോക്കണ്ട. മെഴുകുതിരിയുടെ ഷേപ്പ് ഏതാണ്, കുഴല് പോലെ നീണ്ടു വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ എല്ലാവരും എന്ത് കളർ കൊടുക്കും, കുഴല് പോലെ വന്നിരിക്കുകയല്ലേ, സിലിണ്ടർ പോലെ വന്നിരിക്കുകയല്ലേ, ഇതുപോലെ ഷേപ്പ് അല്ലേ. പിന്നെ എന്താ വ്യത്യാസം, അറ്റത്ത് ഇങ്ങനെ മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നു, അത് ഓർക്കണ്ട. അതിന്റെ കാര്യം കിട്ടിയില്ല, അതും കളർ ചെയ്തോ, പക്ഷെ നിങ്ങൾ ആ ഷേപ്പ് മാച്ച് എന്തിനോട് മാച്ച് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു സിലിണ്ടർ ഷേപ്പിനോട് മാച്ച് ചെയ്യുന്നു അല്ലെ. അപ്പൊ അതിന് എന്ത് കളർ കൊടുക്കണം, ഗ്രീൻ കളർ കൊടുക്കണം. ഓക്കെ, ഇനി ബലൂണും, അതെല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ്. ബലൂൺ ഏകദേശം ഏത് ഷേപ്പായിരിക്കും, സിലിണ്ടർ ഷേപ്പ് ആണോ? സിലിണ്ടർ ഷേപ്പിന് എന്താണ്, രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ട് അല്ലെ.
രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ട്, പിന്നെ അതിന്റെ അറ്റങ്ങളാണ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. ഇനി ബോക്സ് പോലാണോ ബലൂൺ ഇരിക്കുന്നത്? ബോക്സ് പോലെ ഇരിക്കും. ബോക്സ് എന്ത്? ബോക്സിന്റെ ഷേപ്പ് എന്താ? അല്ല. ഒരു പെട്ടിയുടെ ഷേപ്പ് ആണോ ബലൂൺ? അല്ല. ബ്ലൂവോ? സോറി, കോണോ? കോൺ പോലാണോ? ഈ കോണ് പോലെ കൂർത്ത രണ്ട് വശങ്ങളൊക്കെ ഉണ്ടോ? കൂർത്ത മുനയും കൂർത്ത വശങ്ങളും ഇതിങ്ങനെ വളഞ്ഞിട്ടുള്ള സ്ട്രക്ചർ ആണോ നമ്മുടെ ബലൂൺ വന്നേക്കുന്നത്? അങ്ങനെ ഉപമിക്കാൻ പറ്റുമോ? മാച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്തിനോട് മാച്ച് ചെയ്യാൻ സാധിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവിടുത്തെ ബലൂൺ ഏകദേശം ഇത് ഇങ്ങനെയൊക്കെ വന്നിരിക്കുകയാണ് അല്ലെ? ഇങ്ങനെയൊക്കെ വന്നിരിക്കുകയാണ് അല്ലെ? നമുക്ക് ഇച്ചിരിയെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് പോലെ ഇച്ചിരിയെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഏത് ഷേപ്പിനോടാണ്? ഈ റൗണ്ട് ഷേപ്പിനോടാണ് കുറച്ചെങ്കിലും നമുക്ക് ഉപമിക്കാൻ പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ബലൂൺ എന്ത് കളർ കൊടുക്കണം? എന്ത് കൊടുക്കും? യെല്ലോ. ഓക്കെ, ഈ റൗണ്ടിന് പറഞ്ഞേക്കുന്ന പോലെ യെല്ലോ കളർ കൊടുക്കണം. കാരണം എന്താ? വീട്ടിൽ സംശയം ഉണ്ടെങ്കിൽ, വീട്ടിൽ ഒരു ബലൂൺ ഇരിപ്പുണ്ടെങ്കിൽ ബലൂൺ ഒന്ന് വീർപ്പിച്ച് നോക്കി. വീർപ്പിക്കുന്ന സമയത്ത് എന്താ? റൗണ്ട് കളർ ഷേപ്പിലൊക്കെ ആയിരിക്കും ഒട്ടുമിക്ക ബലൂൺ ഇരിക്കുന്നത്. പിന്നെ ചില ബലൂണേ ഉള്ളൂ ഇങ്ങനെ നീണ്ട് റൗണ്ട് ആയിട്ട് വരുന്നത്, നീണ്ട പോലെ വന്നിട്ട് അറ്റം റൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ഏത് ഷേപ്പിനോട് ഉപമിക്കാൻ പറ്റും? റൗണ്ട് ഷേപ്പിനോട്. അതുകൊണ്ട് എന്താണ്? യെല്ലോ കളർ കൊടുക്കണം. ഇനി ബാറ്ററി. ബാറ്ററിയോ? കുഴല് പോലെ ഇതുപോലെ നിന്ദിക്കുകയാണ് അല്ലെ? രണ്ടറ്റത്തും വട്ടം പോലെ വന്നിട്ട് നടുക്കൊരു കുഴല് പോലെ. അപ്പൊ സിലിണ്ടർ ഷേപ്പ് പോലെ വരും. അതുകൊണ്ട് എന്താണ്? പച്ച കളർ കൊടുക്കണം. ഇനി ഒരു നാരങ്ങയുടെ പടമാണ്, അപ്പൊ റൗണ്ട് ഷേപ്പാണ്, യെല്ലോ കളർ കൊടുക്കണം. ഇനിയോ ഒരു പൗഡർ ടിന്നാണ് അല്ലേ? എല്ലാവരുടെ വീട്ടിലിരിക്കുന്ന നീണ്ട പൗഡർ ടിന്ന. ആ പൗഡർ ടിന്ന് നമ്മുടെ സിലിണ്ടർ ഇതുപോലുള്ള ഷേപ്പാണ് അല്ലെ? അതുകൊണ്ട് എന്താണ്? ഗ്രീൻ കളർ കൊടുക്കണം. ഇനി ഒരു പെട്ടി അല്ലെങ്കിൽ ഒരു ബാഗ്, പെട്ടിയുടെ ബോക്സ് ഷേപ്പാണ് അല്ലെ? അതുകൊണ്ട് എല്ലാവരും റെഡ് കളർ കൊടുക്കണം. അപ്പോ ഏതൊക്കെ ഒബ്ജക്ട്സിനെ ഏതൊക്കെ ഷേപ്പായിട്ട് മാച്ച് ചെയ്യാൻ സാധിക്കും എന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇനി കളർ ദ ഒബ്ജക്ട്സ് ദാറ്റ് ക്യാൻ റോൾ. ഗ്രീൻ. കളർ ദ ഒബ്ജക്ട്സ് ദാറ്റ് ക്യാൻ സ്ലൈഡ്. യെല്ലോ. മിസ്സും ചോദിക്കട്ടെ, ഈ ഉരുണ്ടു പോകുന്ന വസ്തുക്കളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഉരുണ്ടിരിക്കുന്ന ഒട്ടുമിക്ക വസ്തുക്കളും നമ്മൾ തള്ളി വിട്ടാൽ എങ്ങനെയാ ഉരുണ്ടുരുണ്ട് പോകും അല്ലെ? ഇതൊരു ബോളാണ്. ഈ ബോൾ ഞാൻ നിങ്ങൾ തള്ളി വിടുക, എന്റെ കൈ വെച്ച് വിരല് വെച്ച് തള്ളി വിട നോക്കിക്കേ, അതെങ്ങനെയാ മൂവ് ചെയ്യുന്നത്? എങ്ങനെയാ അത് അനങ്ങി പോകുന്നത്? കറങ്ങി കറങ്ങി റോൾ ചെയ്ത് ഉരുണ്ടുരുണ്ട് പോകും അല്ലേ? അങ്ങനെയല്ലേ? ഇനിയോ ഒരു നീണ്ട വസ്തുവിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. ഒരു സ്കെയിൽ എടുത്ത് നോക്കിക്കേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു സ്കെയിൽ എടുത്ത് നോക്കിക്കേ. ആ സ്കെയിലതെ ഇതുപോലൊരു പുസ്തകം ചരിച്ച് വെച്ചിട്ട് ആ സ്കെയിലിനെ ഒന്ന് തള്ളി വിട്ട് കൊടുത്ത് നോക്കിക്കേ, ഒന്ന് നെരുക്കി വിട്ട് കൊടുത്ത് നോക്കിക്കേ. അപ്പൊ അതെങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുമോ? ഇല്ല അല്ലെ? അതിങ്ങനെ തെന്നി പോകും. ആ തെന്നി പോകുന്നതിന് പറയുന്നതാണ് സ്ലൈഡ് ചെയ്ത് പോവുക. ഓക്കെ, തെന്നി പോകുന്നതിന് പറയുന്നതാണ് സ്ലൈഡ് ചെയ്യുക. ഇനിയോ ഉരുണ്ടുരുണ്ട് പോകുന്നതിന് എന്ത് പറയും? റോൾ ചെയ്ത് പോകുന്നു എന്ന് പറയും. ഓക്കെ, അപ്പൊ കൂടുതലും ഉരുണ്ടിരിക്കുന്ന ഈ റൗണ്ട് ഷേപ്പുള്ള വസ്തുക്കളാണ് എന്താണ്? റോൾ ചെയ്ത് പോകുന്നത്, ഉരുണ്ടു പോകുന്നത്. പിന്നെയോ സ്ട്രെയിറ്റ് ലൈൻ പോലുള്ള ബോക്സ്, സ്കെയിലൊക്കെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, നല്ല സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ? അല്ലെങ്കിൽ അറ്റം, ഈ കോർണേഴ്സ്, ഈ മൂലകളും ഈ കോർണേഴ്സ് അല്ലെങ്കിൽ ഈ അറ്റം സ്ട്രെയിറ്റ് ലൈൻസ് ഒക്കെ വരുന്ന നല്ല കറക്റ്റ് ആയിട്ടുള്ള നേരെ നീണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വസ്തുക്കൾ, ഈ സ്ട്രെയിറ്റ് ലൈൻ കണ്ടില്ലേ? ഈ സ്ട്രെയിറ്റ് ലൈൻ ഉള്ള വസ്തുക്കൾ അല്ലെങ്കിൽ കോർണേഴ്സ് ഒക്കെ ഉള്ള വസ്തുക്കളാണെങ്കിൽ നമ്മൾ തെന്നി വിട്ടാലോ, തള്ളി വിട്ടാൽ എന്താണ്? അത് സ്ലൈഡ് ചെയ്ത് പോകും അല്ലെ? പിന്നെ അപ്പോ റോള് ചെയ്ത് പോകുന്ന വസ്തുക്കൾ, ഉരുണ്ടതായിട്ടുള്ള റോള് ചെയ്ത് പോകുന്ന വസ്തുക്കളുണ്ട്. പിന്നെ സ്ട്രെയിറ്റ് ലൈൻസ് പോലുള്ള ഈ ബുക്കൊക്കെ ആണെങ്കിലോ ഉരുണ്ടുരുണ്ട് പോകുമോ? ഒന്ന് തള്ളി വിട്ട് നോക്കിക്കേ. ഏതെങ്കിലും ഒരു ചരിഞ്ഞിരിക്കുന്ന ഒരു സർഫസിനെ പുറത്തോട്ടും തള്ളി വിട്ട് നോക്കിക്കേ. ഈ ബുക്കിനൊക്കെ സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ടല്ലേ? പിന്നെ കോർണേഴ്സ് ഉണ്ടല്ലേ? അറ്റങ്ങളുണ്ടല്ലേ? കണ്ടില്ലേ? 4 കോർണേഴ്സ് ഉണ്ട് ഫ്രണ്ട് പേജിന്റെ അവിടെ, കണ്ടില്ലേ? അപ്പൊ എന്താണ്? കൂടുതലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള വസ്തുക്കളും കോർണേഴ്സും ഉള്ളതും ഒക്കെ ആണെങ്കിൽ എങ്ങനെ
തള്ളി വിട്ടാല് സ്ലൈഡ് ചെയ്ത് പോകൂ അല്ലെ, തെന്നി പോകൂ അല്ലെ. ഇനിയോ ചില വസ്തുക്കള് ഉരുണ്ടു പോകാനും അതുപോലെ തന്നെ ചില വസ്തുക്കൾക്ക് ഉരുണ്ടു പോകാനും അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്തു പോകാനുമുള്ള കഴിവുകളുണ്ട്. അങ്ങനെ രണ്ട് കഴിവും ഉള്ള വസ്തുക്കളൊക്കെ ഉണ്ട്. എക്സാമ്പിൾ മിസ് ഇപ്പൊ ഒരു പെൻസിലിന്റെ കാര്യം പറയാം. ഇതിന്റെ അറ്റങ്ങളൊക്കെ നോക്കിയേ, സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ, വളഞ്ഞും പുളഞ്ഞും ഇരിക്കുകയല്ല, സ്ട്രെയിറ്റ് ലൈൻ. ഇത് തള്ളി വിട്ടാൽ എങ്ങനെ പോകും? ഇതിന് ഉരുണ്ടു പോകാൻ അറിയാം, കണ്ടില്ലേ, ഇത് ഉരുണ്ടു പോകാൻ അറിയാം. അതുപോലെ തന്നെ ഇങ്ങനെ തെന്നി വിട്ടാലോ സ്ലൈഡ് ചെയ്ത് പോകാനും അറിയാം. കാരണം എന്താ, സ്ട്രെയിറ്റ് ലൈനുമാണ്, റൗണ്ട് ആണ്, ഏകദേശം റൗണ്ട് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പൊ ഇതിന് രണ്ടിനുള്ള കഴിവുണ്ട്. തെന്നി സ്ലൈഡ് ചെയ്ത് പോകാനുള്ള കഴിവുണ്ട്, റോള് ചെയ്ത് പോകാനുള്ള കഴിവുണ്ട്. അപ്പോ ചില വസ്തുക്കൾക്ക് റോള് ചെയ്യാനുള്ള കഴിവേ ഉണ്ടാകുള്ളൂ. മറ്റു ചില സ്കെയില് പോലുള്ള ബുക്ക് പോലുള്ള വസ്തുക്കൾക്കാണെങ്കിൽ സ്ലൈഡ് ചെയ്ത് പോകാനേ കഴിവുള്ളൂ. മറ്റു ചില വസ്തുക്കൾക്കാണെങ്കിൽ റോള് ചെയ്ത് പോകാനും അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് പോകാനുള്ള കഴിവുകളുണ്ട്. അപ്പൊ ഒബ്ജക്ട്സുകളെല്ലാം, ചില ഒബ്ജക്ട്സുകൾ റോൾ ചെയ്ത് പോകും, മറ്റു ചില ഒബ്ജക്ട്സുകളെല്ലാം സ്ലൈഡ് ചെയ്ത് പോകും. പിന്നെയും മറ്റു ചില ഒബ്ജക്ട്സുകൾക്കെല്ലാം രണ്ടിനുള്ള കഴിവുണ്ട്. റോള് ചെയ്ത് പോകാനുള്ള കഴിവുണ്ട്, സ്ലൈഡ് ചെയ്ത് പോകാനുള്ള കഴിവുണ്ട്. നമുക്ക് ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഈ ഒബ്ജക്ട്സുകളെല്ലാം റോള് ചെയ്ത് പോകുന്നതാണോ അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് പോകുന്നതാണോ എന്നൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, റോള് ചെയ്ത് പോകുന്നതാണെങ്കിൽ അതിന് ഗ്രീൻ കളർ, പച്ച കളർ കൊടുക്കണം. ഇനി സ്ലൈഡ് ചെയ്ത് പോകുന്ന വസ്തുക്കളാണെങ്കിലോ അതിന് യെല്ലോ കളർ കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് ഒരു പെട്ടിയാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ബാഗാണ്. കാരണം ഇതുപോലെ ഒരു പെട്ടി, സ്ട്രെയിറ്റ് ലൈൻസ് ഒക്കെ വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ അറ്റം കോർണേഴ്സ് ഒക്കെ ഉള്ള, ഇതുപോലെ കോർണേഴ്സ് ഒക്കെ ഉള്ള ഒരു ബാഗാ. അങ്ങനെ തള്ളി വിട്ട് നോക്കിയാൽ അത് ഉരുണ്ടു പോകുമോ? ഇല്ല, സ്ലൈഡ് ചെയ്തേ പോകുള്ളൂ അല്ലെ. അപ്പൊ ഇതിന് സ്ലൈഡ് ചെയ്ത് പോകാനുള്ള കഴിവേ ഉള്ളൂ. അപ്പൊ അതിന് എന്ത് കളർ കൊടുക്കണം? യെല്ലോ കളർ കൊടുക്കണം. ഓക്കെ, യെല്ലോ കളർ ചെയ്യുക. ക്രയോൺസ് എടുക്കുക, എന്നിട്ട് യെല്ലോ കളർ ചെയ്യണം. ഇനി അടുത്ത ഒരു പെൻസില് പോലുള്ള അടുത്ത ഒരു സ്റ്റിക്ക് ആണ്, ഒരു കമ്പാണ് അല്ലെ. ആ കമ്പിനാണെങ്കിൽ ഇതുപോലൊരു കമ്പ, ആ കമ്പിനാണെങ്കിൽ എങ്ങനെയാണ് ഉരുണ്ടിരിക്കുന്നത്? ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള ഒരു കമ്പ്, നീളമുള്ള ഒരു കമ്പ. ആ കമ്പിന് എന്തൊക്കെ കഴിവുണ്ടായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മിസ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ കമ്പിനെ നമ്മളൊന്ന് തള്ളി വിട്ടാല്, നമ്മൾ തള്ളി വിടുകയാണെങ്കിൽ അതിന് എന്തെല്ലാം കഴിവുണ്ടാവും? റൗണ്ട് ചെയ്ത് പോകാനുള്ള കഴിവുണ്ട് അല്ലെ. ഇങ്ങനെ കറങ്ങി റൗണ്ട് ചെയ്ത് റോൾ ചെയ്ത് പോകാനുള്ള കഴിവുണ്ട്. പിന്നെയോ സ്ലൈഡ് ചെയ്ത് പോകാനുള്ള കഴിവുണ്ട്. അപ്പോ റോള് ചെയ്ത് പോകാനും പറ്റും, സ്ലൈഡ് ചെയ്ത് പോകാനും പറ്റും. അപ്പൊ ഇതിന് എന്ത് കളർ കൊടുക്കും? റെഡ് കൊടുക്കോ, അല്ല യെല്ലോ കൊടുക്കോ, അല്ലെങ്കിൽ ഗ്രീൻ കൊടുക്കോ? ഈ വസ്തുവിന് രണ്ട് തരത്തിലും മൂവ് ചെയ്യാൻ പറ്റും, രണ്ട് തരത്തിലും റോൾ ചെയ്ത് പോകാനും പറ്റും, സ്ലൈഡ് ചെയ്ത് പോകാനും പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഒന്നെങ്കിൽ ഗ്രീൻ കൊടുക്കുക, അല്ലെങ്കിൽ യെല്ലോ കൊടുക്കുക. ഇതിൽ ഏതെങ്കിലും കളർ ഉപയോഗിച്ചാലും തെറ്റില്ല, ശരിയാണ്. ഓക്കെ, ഒരു വസ്തു നമുക്ക് ഒരു കളറല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ ഗ്രീൻ കൊടുക്കുക, അല്ലെങ്കിൽ യെല്ലോ കൊടുക്കുക. ഇഷ്ടമുള്ള കളർ കൊടുത്തോ കേട്ടോ. നേരെ മറിച്ച് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിനുള്ള കാര്യം മനസ്സിലാക്കുക. അത് റോൾ ചെയ്ത് പോകുന്ന വസ്തുവാണ്, അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് പോകുന്ന വസ്തുവാണ്. അപ്പൊ ഒന്നെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കാം, അല്ലെങ്കിൽ യെല്ലോ കളർ കൊടുക്കാം. ഇനി ഒരു ബോൾ നമുക്ക് ഉറപ്പായിട്ട് അറിയാം. എങ്ങനെ പോകും? നമ്മളിത് തള്ളി പുഷ് ചെയ്ത് വിട്ടാല് അത് ഉറപ്പായിട്ടും റോൾ ചെയ്തേ പോകത്തുള്ളൂ അല്ലെ. അതുകൊണ്ട് അതിന് എന്ത് കളർ കൊടുക്കണം? ഗ്രീൻ കളർ കൊടുക്കണം. ഓക്കെ, ഇനി സ്കെയിൽ ഒന്നും എല്ലാവരും ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തേ, ഒന്ന് തള്ളി വിട്ട് കൊടുത്ത് നോക്കിക്കേ. സ്കെയിൽ എങ്ങനെ പോകും? റോൾ ചെയ്ത് പോകുമോ? ഇല്ല, പകരം സ്കെയില് സ്ലൈഡ് ചെയ്ത് പോകും അല്ലെ. അതുകൊണ്ട് ഉറപ്പായും അതിന് എന്ത് കളർ കൊടുക്കണം? യെല്ലോ കളർ കൊടുക്കണം. ഇനി എന്താണ്? ഒരു ഓറഞ്ച് പോലുള്ള ഷേപ്പാണ് അല്ലെ. ഓറഞ്ച് ഏകദേശം റൗണ്ട് ഷേപ്പാണ്. അതുകൊണ്ട് ഉറപ്പായ തള്ളി വിട്ട് കൊടുത്ത് നോക്കിയാൽ അത് റോൾ ചെയ്ത് പോകും. അതുകൊണ്ട് എന്ത് കളർ കൊടുക്കും? ഗ്രീൻ കളർ കൊടുക്കണം. ഇനി മെഴുകുതിരിയും മിസ് ഇപ്പൊ പറഞ്ഞ പോലെ റൗണ്ട് ആണ്, എന്ന കുഴല് പോലുള്ള നീളമുള്ള ഷേപ്പുമാണ്. തള്ളി വിട്ട് കൊടുത്താൽ ഉരുണ്ടു പോകാം, റോൾ ചെയ്ത് പോകാനും അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് പോകാനും തെന്നി പോകാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട്
ഇഷ്ടം ഗ്രീൻ കളർ കൊടുക്കാം, യെല്ലോ കളർ കൊടുക്കാം, തെറ്റില്ല. ഗ്രീൻ കളർ കൊടുത്താലും ശരിയാണ്, യെല്ലോ കളർ കൊടുത്താലും ശരിയാണ്. ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കുക. ഗ്രീനോ ഒന്നെങ്കിൽ ഗ്രീൻ കൊടുക്കുക, അല്ലെങ്കിൽ യെല്ലോ കളർ കൊടുക്കുക. ഇനി ഒരു ബോക്സ് എണ്ണി വിട്ട് നോക്കിക്കേ, ഒന്ന് സ്ലൈഡ് ചെയ്തേ പോകത്തുള്ളൂ. അതുകൊണ്ട് എന്ത് കളർ കൊടുക്കും? യെല്ലോ കളർ കൊടുക്കണം. ഇനി നമ്മുടെ തീപ്പെട്ടിക്കൂട്, മാച്ച് ബോക്സ്, അതിനെല്ലാവരും എന്ത് കളർ കൊടുക്കണം? ഒന്ന് പുഷ് ചെയ്ത് കൊടുത്ത് നോക്കിയാൽ അത് ഉറപ്പായിട്ടും റോൾ ചെയ്ത് പോകത്തില്ല, മറിച്ച് സ്ലൈഡ് ചെയ്ത് പോകും അല്ലെ. അതുകൊണ്ട് എല്ലാവരും അതിന് യെല്ലോ കളർ കൊടുക്കണം. ഇനിയോ തൊപ്പി മിസ് പറഞ്ഞ പോലെ ഏകദേശം തള്ളി വിട്ട് കൊടുത്താൽ, പുഷ് ചെയ്ത് കൊടുത്താൽ റോൾ ചെയ്തും പോകും, പിന്നെ അതിനെ ഇങ്ങനെ ഒന്ന് തള്ളി വിട്ട് കൊടുത്താൽ അത് സ്ലൈഡ് ചെയ്ത് പോകും. രണ്ടിനും കഴിവുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഒന്നെങ്കിൽ ഗ്രീൻ കൊടുക്കുക, അല്ലെങ്കിൽ യെല്ലോ കൊടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ബാറ്ററി പറഞ്ഞ പോലെ സ്ലൈഡ് ചെയ്ത് പോകാനും പറ്റും, റോൾ ചെയ്ത് പോകാനും പറ്റും. റൗണ്ട് പോലുള്ള കുഴൽ പോലുള്ള സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് അത് റോൾ ചെയ്ത് പോകാനും പറ്റും, സ്ലൈഡ് ചെയ്ത് പോകാനും പറ്റും. ഒന്നെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കുക, അല്ലെങ്കിൽ യെല്ലോ കളർ കൊടുക്കുക. ഇതിൽ ഏതെങ്കിലും കളർ കൊടുത്താലും തെറ്റില്ല. ഓക്കെ, ഒന്നെങ്കിൽ ഗ്രീൻ കൊടുക്കുക, അല്ലെങ്കിൽ യെല്ലോ കൊടുക്കുക. ഓക്കെ, ഇനി ബുക്കാണ്. ബുക്കിനെ ഒന്ന് തള്ളി വിട്ട് കൊടുത്ത് നോക്കിക്കേ, റോൾ ചെയ്ത് പോകുമോ? ഇല്ല, നേരെ മറിച്ച് അത് സ്ലൈഡ് ചെയ്ത് പോകും അല്ലേ. അതുകൊണ്ട് ഉറപ്പായും അതിന് യെല്ലോ കളർ കൊടുക്കണം. ഇനി കളർ ദ ബിഗ്ഗസ്റ്റ് റെഡ്, കളർ ദ സ്മോളസ്റ്റ് യെല്ലോ. ഇനിയോ ബിഗ്ഗസ്റ്റ്, സ്മോളസ്റ്റ്. എന്തുകൊണ്ടാണ് ബിഗ്ഗസ്റ്റ് എന്ന് വന്നത്? രണ്ടിൽ കൂടുതൽ വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോൾ ബിഗ്ഗസ്റ്റ്, EST വെച്ച് നമ്മൾ പറയും അല്ലെ. അപ്പൊ ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ റൗണ്ട് ഏതാണ്? ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഏതാ? ഈ രണ്ടാമത്തെ അല്ലെ. അപ്പൊ രണ്ടാമത്തെ ആ റൗണ്ടിന് റെഡ് കളർ കൊടുക്കണം. ഇനി ഈ കൂട്ടത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഏതാ? നാലാമത് കിടക്കുന്ന റൗണ്ട് ആണ് ഏറ്റവും ചെറുത്. അതുകൊണ്ട് അതിന് യെല്ലോ കളർ കൊടുക്കണം. ഇടയിലെ ഫസ്റ്റ് റൗണ്ടിന് വല്ല കളറും കൊടുക്കണോ? വേണ്ട. സെക്കൻഡ് റൗണ്ടിന് റെഡ് കൊടുക്കണം. തേർഡ് റൗണ്ടിന് കളർ ചെയ്യണ്ട. ഫോർത്ത് റൗണ്ട് കൂട്ടത്തിൽ ഏറ്റവും ചെറുതായതുകൊണ്ട് അതിന് യെല്ലോ കളർ ചെയ്യണം. അപ്പോ ബിഗ് ആയിട്ടുള്ളതിന് മാത്രം റെഡ് ചെയ്യുക, സ്മോൾ ആയിട്ടുള്ളതിന് മാത്രം യെല്ലോ ചെയ്യുക. മറ്റ് രണ്ട് റൗണ്ട്സിന് കളർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, തെറ്റിക്കരുത്, എല്ലാത്തിനും കളർ ചെയ്ത് വെക്കരുത്. അതുകൊണ്ടാണ് മിസ് പ്രത്യേകം എടുത്ത് പറയുന്നത്, ഏറ്റവും വലുതിന് മാത്രം റെഡ് കൊടുക്കുക, ഏറ്റവും ചെറുതിന് മാത്രം യെല്ലോ കൊടുക്കുക. ഇനി ട്രയാങ്കിൾ, ഇതുപോലെ കോൺ പോലുള്ള ഷേപ്പാണ്. അപ്പൊ ഏറ്റവും വലുതായിട്ടുള്ള ഏതാ? മൂന്നാമത്തേതാണ്. അപ്പൊ മൂന്നാമത്തേതിന് റെഡ് കൊടുക്കുക. ഏറ്റവും ചെറുത് ഏതാ? സെക്കൻഡ് ആണ്. സെക്കൻഡ് വൺ ആണ്, രണ്ടാമത്തേതാണ്. രണ്ടാമത്തേന് യെല്ലോ കളർ കൊടുക്കണം. ഇനി കുറച്ച് റെക്ടാങ്കിൾസ് അല്ലെങ്കിൽ ബോക്സ് ആണ് അല്ലെ. ഏറ്റവും വലിയ ബോക്സിന്, ഫസ്റ്റ് ബോക്സിന് റെഡ് കൊടുക്കുക. ഏറ്റവും ചെറിയ ബോക്സിന്, മൂന്നാമത്തെ ബോക്സിന് യെല്ലോ കൊടുക്കുക. ഇനി ഈ ഒരു ബോക്സ്, ഈ ഒരു പെട്ടിക്കകത്ത് ഹെക്സഗൺ എന്ന് പറയും. ഈ ഒരു ഷേപ്പിന് ഹെക്സഗൺ എന്ന് പറയും. 6 വശങ്ങളുണ്ട്, 6 സൈഡുകളുണ്ട്. അതുകൊണ്ട് ഹെക്സഗൺ എന്ന് പറയും. അപ്പൊ ഏറ്റവും വലിയ ഷേപ്പ് ഏതാണ്? മൂന്നാമത്തേത്. അതിന് റെഡ് കളർ കൊടുക്കുക. ഏറ്റവും ചെറുത് ഏതാ? ഫസ്റ്റ് വൺ. അതിന് എല്ലാവരും യെല്ലോ കളർ കൊടുക്കുക. നമ്മൾ പഠിച്ച ഭാഗം തന്നെ ഒന്നുകൂടെ റിവ്യൂ ചെയ്യുവാണല്ലേ ഈ വർക്ക്ഷീറ്റിലൂടെ. അതുകൊണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ പേജ് നമ്പർ 14 വരെയുള്ള മിസ് ഇന്ന് പഠിപ്പിച്ച പേജ് നമ്പർ 3 തൊട്ട് പേജ് നമ്പർ 14 വരെയുള്ള എല്ലാ വർക്കുകളും, ഇത്രയും പേജസ് കംപ്ലീറ്റും ആൻസേഴ്സ് ചെയ്യുക, കളർ ചെയ്യുക. എന്നിട്ട് എന്താണ് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് എല്ലാവരും ചെയ്തിട്ട് തരണം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും ചെയ്യൂലോ. ഓൾ ദി വെരി ബെസ്റ്റ്.